ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സെമസ്റ്റർ BSc ബോട്ടണിയിൽ വരുന്ന പേപ്പേഴ്സാണ്. നമുക്ക് 4 പേപ്പറാണ് ബോട്ടണി കോർ വിഭാഗത്തിൽ വരുന്നത്. അതിൽ ആദ്യത്തെ ഒരു പേപ്പറാണ് ജിംനോസ്പേം, പാലിയോ ബോട്ടണി, ഫൈറ്റോജോഗ്രഫി ആൻഡ് എവല്യൂഷൻ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ സിലബസ് നോക്കാം. ജിംനോസ്പേമിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ജിംനോസ്പേമസ് സ്പോണിൻ്റെ 1965. അതാണ് ആദ്യത്തെ ഒരു ടോപ്പിക്ക്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, മോർഫോളജി, അനാട്ടമി, റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ ആൻഡ് അഫിനിറ്റീസ്, ഏതിൻ്റെയൊക്കെ സൈക്കസ്, പൈനസ്, നീറ്റം, ഇവരുടെ ഈ ഡിസ്ട്രിബ്യൂഷനും മോർഫോളജിയും അനാട്ടമിയും റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾസും അഫിനിറ്റീസുമാണ്. ഡെവലപ്മെൻറ്റൽ ഡീറ്റെയിൽസ് ആവശ്യമില്ല. പിന്നെ എവല്യൂഷണറി ട്രെൻഡ്സ് ഇൻ ജിംനോസ്പേം, പിന്നെ ജിംനോസ്പേമും ടെറിഡോഫൈറ്റും ആൻജിയോസ്പേമും തമ്മിലുള്ള അഫിനിറ്റീസ്, ജിംനോസ്പേമും ടെറിഡോഫൈറ്റും തമ്മിലുള്ളതും അതേപോലെ ജിംനോസ്പേമും ആൻജിയോസ്പേമും തമ്മിലുള്ള അഫിനിറ്റീസ്, പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ജിംനോസ്പേം. അതാണ് ജിംനോസ്പേം എന്ന് പറയുന്നൊരു ഭാഗത്ത് വരുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ജിംനോസ്പേമെന്ന് മാക്സിമം 7 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. അതായത് 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും എന്തായാലും ജിംനോസ്പേമെന്ന് ചോദിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്കുള്ളത് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ 2 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു പക്ഷേ ജിംനോസ്പേമെന്ന് ആയിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ വേറെ ടോപ്പിക്കിൽ നിന്നായിരിക്കും. ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ജിംനോന്നോ പാലിയോന്നോ അല്ലെങ്കിൽ ഫൈറ്റോജോഗ്രഫിന്നോ എവല്യൂഷനോ ആവാം. അപ്പോൾ നമുക്ക് ജിംനോസ്പേമെന്ന് മാക്സിമം 28 മാർക്ക് വരെ കിട്ടാം. 10 മാർക്കിൻ്റെത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 28 മാർക്ക് വരെ കിട്ടാം. എന്തായാലും 18 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ജിംനോസ്പേമെന്ന് ചോദിക്കും. അപ്പോൾ അതാണ് ജിംനോസ്പേമിൻ്റെ കാര്യം. ഇനി അടുത്തത് എന്താണ്? പാലിയോ ബോട്ടണിയാണ്. പാലിയോ ബോട്ടണിയിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, ഫോസിൽ ഫോർമേഷൻ, ടൈപ്സ് ഓഫ് ഫോസിൽ, ജിയോളജിക്കൽ ടൈം സ്കെയിൽ, ഫോസിൽ ടെറിഡോഫൈറ്റ്സ്, ഫോസിൽ ജിംനോസ്പേംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ പാലിയോ ബൊട്ടാണിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ പാലിയോ ബൊട്ടാണിസ്റ്റ്, പിന്നെ അപ്ലൈഡ് ആസ്പെക്ട്സ് ഓഫ് പാലിയോ ബോട്ടണി, അങ്ങനത്തെ സംഭവങ്ങളാണ് പാലിയോ ബോട്ടണിയിൽ ഉള്ളത്. പാലിയോ ബോട്ടണിയിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാക്സിമം 4 ക്വസ്റ്റ്യൻ വരെ പാലിയോ ബോട്ടണിയിൽ നിന്ന് ചോദിക്കാം. അതിൽ 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യനുമാണ് ചോദിക്കുന്നത്. മിനിമം 3 ക്വസ്റ്റ്യനേ ചോദിക്കുള്ളൂ, മാക്സിമം 4 വരെ ചോദിക്കാം. ഇനി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് 19 മാർക്കാണ് മാക്സിമം എന്ന് പറയുന്നത്. 10 മാർക്കിൻ്റെത് പാലിയോ ബോട്ടണിയിൽ നിന്ന് ചോദിച്ചാൽ 19 മാർക്കിന് വരെ പാലിയോ ബോട്ടണിയിലുണ്ടാവും. ഇനി അഥവാ വേറെ പോർഷൻ നിന്നാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ മിനിമം 9 മാർക്കിന് എന്തായാലും ഇതൊന്ന് ചോദിക്കും. 9 മാർക്കിന് മിനിമം, 19 മാർക്കിന് മാക്സിമം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ മാക്സിമം മിനിമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മാക്സിമം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റത്തെ പോർഷന്, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് നമുക്ക് 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനാണ് ചോദിക്കാറ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൽ ഏതെന്ന് വേണമെങ്കിലും വരാം. ജിംനോന്നാവാം, പാലിയോന്നാവാം, ഫൈറ്റോജോഗ്രഫിന്നാവാം, ഇവല്യൂഷനാവാം. അതാണ് ഞാൻ ഈ മാക്സിമം മിനിമം എന്നുള്ള ആ കൺസെപ്റ്റ് മാർക്കിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഇനി അടുത്തൊരു പോർഷനാണെന്ത്? ഫൈറ്റോജോഗ്രഫിയിൽ വരുന്ന ടോപ്പിക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈറ്റോജോഗ്രഫീൻ്റെ ഡെഫിനിഷൻ, കൺസെപ്റ്റ്, സിഗ്നിഫിക്കൻസ്, പിന്നെ പാറ്റേൺസ് ഓഫ് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ്, ഡിസ്കണ്ടിന്യൂസ്, വെഗാരിസം, പിന്നെ മൈഗ്രേഷൻ, എക്സ്റ്റിങ്ഷൻ, അതൊക്കെയാണ് ഫൈറ്റോജോഗ്രഫിയുടെ ടോപ്പിക്സ്. പിന്നെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്, എവിഡൻസ് ആൻഡ് ഇമ്പാക്റ്റ്, ഗ്ലേസിയേഷൻ, തിയറീസ് ഓഫ് ലാൻഡ് ബ്രിഡ്ജ്, എൻഡമിക് ഡിസ്ട്രിബ്യൂഷൻ, തിയറി ഓൺ എൻഡമിസം, ഏജ് ഏരിയ ഹൈപ്പോത്തസിസ്, ഫൈറ്റോജോഗ്രഫിക്കൽ സോൺസ് ഓഫ് ഇന്ത്യ. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫൈറ്റോജോഗ്രഫിയിൽ
പറയുന്നത്. ഫൈറ്റോജോഗ്രഫീൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈറ്റോജോഗ്രഫിയിൽ നിന്ന് മൊത്തത്തിൽ 6 ക്വസ്റ്റ്യൻ മാക്സിമം ചോദിക്കാം. 5 ക്വസ്റ്റ്യൻ എന്തായാലും ഫൈറ്റോജോഗ്രഫിയിൽ നിന്ന് ചോദിക്കും. അതിൽ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 16 മാർക്ക് എന്തായാലും ഫൈറ്റോജോഗ്രഫിയിൽ നിന്ന് ചോദിക്കും. 16 മാർക്ക് എന്തായാലും ഫൈറ്റോജോഗ്രഫിയിൽ നിന്ന് ചോദിക്കും. ഇനി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കൂടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 26 മാർക്ക് വരെ ഫൈറ്റോജോഗ്രഫിയിൽ നിന്ന് വരുന്നുണ്ട്. 10 മാർക്കിൻ്റെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതാണ് എന്ത്? ഇവല്യൂഷൻ. ഇവല്യൂഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിൻ ഓഫ് എർത്ത്, പിന്നെ ഓർഗാനിക് എവല്യൂഷൻ്റെ എവിഡൻസുകൾ, മോർഫോളജി, അനാട്ടമി, എംബ്രയോളജി, പാലനോളജി, ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലാർ ബയോളജി, അതിൻ്റെ ഓർഗാനിക് എവല്യൂഷൻ്റെ എവിഡൻസുകൾ, പിന്നെ കണ്ടൻസേഷൻ ആൻഡ് പോളിമറൈസേഷൻ, പ്രോട്ടീനോയിഡ്സ്, പ്രിയോൺസ്, ഒപ്പാരൻ കൺസെപ്റ്റ്, മില്ലേഴ്സ് എക്സ്പെരിമെൻറ്റ്, പിന്നെ ഇവല്യൂഷൻ ഓഫ് പ്രോകാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് സെൽസ്, ആർക്കിബാക്ടീരിയ, ഏർലി ഫോസിലൈസ്ഡ് സെൽസ്, പിന്നെ തിയറീസ്, അതായത് ഡാർവിനിസം, നിയോ ഡാർവിനിസം, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് സപ്പോർട്ട് ഫോർ ഡാർവിനിസം, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഇവല്യൂഷൻ, അത്രയും കാര്യങ്ങൾ. പിന്നെ ജനറ്റിക് കോൺസ്റ്റൻസി, creation of variability, cell division, genetic constancy, genetic variability by recombination, chromosomal variation, gene mutation, selection and genetic drift. പിന്നെ വരുന്നത് speciation, isolating mechanism, modes of speciation, sympatric and allopatric. ഇത്രയാണ് എവല്യൂഷനിൽ വരുന്നത്. എവല്യൂഷൻ്റെ ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവല്യൂഷനിൽ 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ. ഇത് കമ്പൽസറി ആണ്, ഇതെന്തായാലും ചോദിക്കും. ഇതിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് ചോദിക്കും. പിന്നെ അപ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടും? 16 മാർക്ക്, മിനിമം 16 മാർക്ക് എന്തായാലും എവല്യൂഷനിൽ ചോദിക്കും, 16 മാർക്ക്. പിന്നെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എവല്യൂഷൻ എന്നാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ എവല്യൂഷനിൽ ഏകദേശം 26 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും. 10 മാർക്കിൻ്റെത് എവല്യൂഷൻ എന്നാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എവല്യൂഷനും ഫൈറ്റോജോഗ്രഫിക്കും സെയിം വെയിറ്റേജ് ആണ്. രണ്ടിനും ഏകദേശം സെയിം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൂടുതലായിട്ട് കൊടുക്കുന്നത് ജിംനോസ്പേമിനാണ്. പാലിയോബോട്ടണിക്ക് അത്ര പ്രയോറിറ്റി ഇല്ല എന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കരുത്. കാരണം 10 മാർക്കിൻ്റെത് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ 19 മാർക്കാണ് ആ ഒരു ഭാഗത്തുനിന്ന് വരിക. മിനിമം 9 മാർക്കാണെങ്കിൽ കൂടിയിട്ട് 10 മാർക്കിൻ്റെ എങ്ങാനും ചോദിച്ചാൽ നമുക്ക് 19 മാർക്ക് പാലിയോബോട്ടണിയിൽ നിന്നായിരിക്കും. ഇനി ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയാം 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അതിലൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ ചെയ്യുക. അതിൽ 2021 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ജിംനോസ്പേമെന്നും ഒരു ക്വസ്റ്റ്യൻ എവല്യൂഷൻ എന്നുമാണ് വന്നത്. 2022 ഒരു ക്വസ്റ്റ്യൻ ഫൈറ്റോജോഗ്രഫിന്നും ഒരു ക്വസ്റ്റ്യൻ എവല്യൂഷൻ എന്നുമാണ് വന്നത്. 2023 2 ക്വസ്റ്റ്യനും ജിംനോസ്പേം എന്നാണ് വന്നത്. അപ്പോൾ ജിംനോസ്പേമിന് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫൈറ്റോജോഗ്രഫിക്കും എവല്യൂഷനും സെയിം പ്രയോറിറ്റിയാണ്. പിന്നെ പാലിയോബോട്ടണി അതിന് പ്രയോറിറ്റി കൊടുക്കാതിരിക്കരുത്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വിടുന്നതായിരിക്കും ഏറ്റവും ചിലപ്പോൾ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ടാവും. നമ്മൾ വിടുന്ന അന്നാവും ചിലപ്പോൾ പാലിയോബോട്ടണിയിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അത്രയും മാർക്ക് നമുക്ക് കുറയും. പക്ഷേ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അതിപ്പോൾ എങ്ങനെയാണ് ചോദിക്കാമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയാണ് സിലബസും അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും. അപ്പം മാക്സിമം ജിംനോസ്പേമിൽ നിന്ന് 28 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ കിട്ടും. പാലിയോബോട്ടണിൽ നിന്ന് മാക്സിമം 19, ഫൈറ്റോജോഗ്രഫിയിൽ നിന്ന് മാക്സിമം 26, എവല്യൂഷനിൽ നിന്നും മാക്സിമം 26 മിനിമം എന്തായാലും 18 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ജിംനോസ്പേമിൽ നിന്ന് ചോദിക്കും. 9 മാർക്കിൻ്റെത് എന്തായാലും പാലിയോബോട്ടണിയിൽ നിന്നും ഫൈറ്റോജോഗ്രഫിയിൽ നിന്നും എവല്യൂഷനിൽ നിന്നും എന്തായാലും 16 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ ഈ 10 ഏതിൽ വേണമെങ്കിലും ആവാം. ജിംനോസ്പേമിൽ നിന്നാവാം, പാലിയോബോട്ടണിയിൽ നിന്നാവാം, ഫൈറ്റോജോഗ്രഫിയിൽ നിന്നാവാം, എവല്യൂഷനിൽ നിന്നാവാം.
അപ്പോൾ അത്രയാണ് ഈ ഒരു പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.